പണ്ട് ഒരു രാജ്യത്തിലെ ജനങ്ങളെല്ലാവരും ഹൃദയാലുക്കളായിരുന്നു. എല്ലാവരും അവരവരുടെ വീടുകളിൽ പക്ഷികൾക്കായി വീടൊരുക്കി. അവ സുരക്ഷിതമായി ജീവിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു കൊടുത്തിരുന്നു. പക്ഷികളും നന്ദിപൂർവം സന്തോഷ ജീവിതം നയിച്ചു വന്നു. സംരക്ഷണം നൽകുന്നവർക്ക് ഒരിക്കലും ഉപദ്രവമാകാതിരിക്കാൻ പക്ഷികളും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അക്കാലത്ത് ഒരു പ്രാവ് കുലീനനായ ഒരാൾ കുലീനന്റെ കൊട്ടാരത്തിൽ നിർമ്മിച്ചു നൽകിയ വീട്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും പ്രാവ് പുറത്തെല്ലാം ചുറ്റിപ്പറക്കും. എന്നിട്ട് ധാന്യമണികളും മറ്റു ഭക്ഷണ സാധനങ്ങളും എല്ലാം കണ്ടെത്തും. വൈകുന്നേരമായാൽ പ്രാവ് കുലീനന്റെ കൊട്ടാരത്തിലുള്ള തന്റെ കൂട്ടിൽ തിരിച്ചെത്തും. അതേ സ്ഥലത്ത് തന്നെ ഒരു കാക്കയും ജീവിച്ചിരുന്നു. പ്രാവിനെയും മറ്റു പക്ഷികളെയും പോലെ അല്ലാതെ കാക്ക കൗശലക്കാരനും സത്യസന്ധതയില്ലാത്തതുമായിരുന്നു. അതെല്ലായ്പ്പോഴും എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചുകൊണ്ടേയിരിക്കും. ഒരു ദിവസം പ്രാവ് കൂട്ടിൽ നിന്നും പറന്നു പോകുന്നത് കാക്ക കാണാനിടയായി. ഇത് കണ്ട കാക്ക ഇങ്ങനെ ചിന്തിച്ചു: ഈ പ്രാവിനെ കൂട്ടുപിടിക്കാനായാൽ എനിക്കും കുലീനന്റെ കൊട്ടാരത്തിൽ പ്രവേശിക്കാനാകും. പിന്നെ ജീവിതം ബഹുരസമായിരിക്കും. കൊട്ടാരത്തിലെ പാചകക്കാരൻ എന്തെല്ലാം സ്വാദിഷ്ട വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. എപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ കട്ടു തിന്നാൻ പറ്റും. ആരും അതിന്റെ വ്യത്യാസം കണ്ടറിയാൻ പോകുന്നില്ല. അന്നു മുതൽ കാക്ക പ്രാവിനെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ പ്രാവ് ചോദിച്ചു: നീ എന്തിനാ എന്നെ പിന്തുടരുന്നത്? നീ എത്ര നല്ല പക്ഷിയാണ്. നിന്നെ എപ്പോഴും പിന്തുടർന്ന് നിന്നെക്കുറിച്ചും നിന്റെ ഗുണങ്ങളെക്കുറിച്ചും ഒക്കെ പഠിക്കാനാണ്. എന്നിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനാവുമെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ വീട്ടിലേക്ക് വന്ന് കുറച്ചു ദിവസം എന്നോടൊപ്പം താമസിച്ചൂടെ? പക്ഷേ ഒരു കാര്യം, നിന്റെ പഴയ തന്ത്രങ്ങളൊന്നും പയറ്റി നോക്കാൻ മെനക്കെടണ്ട. നിനക്ക് പ്രശ്നമാകും. എന്റെ യജമാനൻ കുലീനൻ വളരെ ദയാലുവായ ഒരാളാണ്. കള്ളത്തരമൊന്നും അദ്ദേഹം പൊറുക്കില്ല. അയ്യോ, അതൊന്നുമില്ല. ഞാൻ ഒരു തെറ്റും ചെയ്യില്ല. എന്നാ വാ, നമുക്ക് പോകാം. അന്ന് വൈകിട്ട് പ്രാവ് കാക്കയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അടുക്കളയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണ വിഭവങ്ങളിലായിരുന്നു കാക്കയുടെ കണ്ണ്. അടുത്ത ദിവസം രാവിലെ പ്രാവ് പറന്നുയരാൻ പുറപ്പെടുമ്പോൾ കാക്ക പറഞ്ഞു: എനിക്കിന്ന് നല്ല സുഖമില്ല. ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം. എന്റെ അസുഖം ഒന്ന് ഭേദമായിക്കോട്ടെ. ഞാൻ പിന്നെ വരാം. എന്നാ വിശ്രമിച്ചോളൂ ചങ്ങാതി, ഞാൻ പോയിട്ട് വരാം. കാക്ക ആർത്തിയോടെ ഭക്ഷണ വിഭവങ്ങളിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. എല്ലാത്തിലും മീനിന്റെ മണമാണ് അതിന് കൂടുതൽ ഇഷ്ടമായത്. കാക്കയ്ക്ക് മീൻകറി കൂട്ടാൻ തിടുക്കമായി. പാചകക്കാരൻ കറി പാത്രത്തിലാക്കി വെച്ച് പച്ചക്കറികൾ കൊണ്ടുവരാനായി തോട്ടത്തിലേക്ക് പോയി. ഈ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കാക്ക അടുക്കളയിലേക്ക് കടന്നു. അത് പാത്രത്തിന്റെ മൂടി ശബ്ദമില്ലാതെ മുകളിലേക്ക് പൊക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ മൂടി വലിയ ശബ്ദത്തോടെ താഴെ വീണ് ഉടഞ്ഞു. പാചകക്കാരൻ അടുക്കളയിലേക്ക് ഓടിയെത്തി കാക്കയെ കയ്യോടെ പിടികൂടി. കാക്കയുടെ ചിറകും തൂവലുമൊക്കെ പറിച്ചെടുത്ത ശേഷം ജനാലയിലൂടെ പുറത്തേക്കെറിഞ്ഞു. ഒരു കാര്യത്തിലും ആർത്തിയും അത്യാഗ്രഹവും കാണിക്കരുത്. അത്യാഗ്രഹം പരാജയത്തിലേക്ക് നയിക്കൂ. പ്രിയപ്പെട്ട കുട്ടികളെ, അത്യാഗ്രഹിയായ കാക്കയുടെ അവസ്ഥ കണ്ടില്ലേ? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് പഠിക്കാനായത്? ഈ കഥയുടെ സാരം ഒരിക്കലും അത്യാഗ്രഹം കാണിക്കരുതെന്നാണ്. കാക്കയും പാമ്പും. ഒരു മരത്തിന്റെ ചില്ലയിൽ 2 കാക്കകൾ കൂടുകെട്ടിയിരുന്നു.
അവർ ദുഃഖിതരായിരുന്നു. അസംതൃപ്തമായ ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്. മുട്ട വിരിയിക്കാൻ കഴിയാത്തതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ദുഃഖം. അവിടെ അടുത്തായി ഒരു പുറ്റിൽ ഒരു പാമ്പുണ്ടായിരുന്നു. കാക്കകൾ ഇരതേടി പോകുമ്പോൾ ഈ പാമ്പ് മരത്തിനു മുകളിൽ ഇഴഞ്ഞു കയറി മുട്ടകൾ പൊട്ടിച്ച് കാക്ക കുഞ്ഞുങ്ങളെ തിന്നുമായിരുന്നു. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, പല പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചതുകൊണ്ടായിരുന്നു കാക്കകൾക്ക് വിഷമം. അങ്ങനെ അവർ കുറുക്കനെ കണ്ട് ഇതിനൊരു പരിഹാരം കാണാൻ ഉദ്ദേശിച്ചു. കാക്കകളെ കണ്ട കുറുക്കൻ ഗുഹയിൽ നിന്ന് പുറത്തു വന്നു. എന്തു പറ്റി? എന്താ വിഷമം? കാര്യം പറയൂ. വന്നതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവും. അപ്പോൾ കാക്കകൾ അവരുടെ കഥ വിവരിച്ചു. ഞങ്ങൾ മറ്റൊരു മരത്തിൽ കൂട് കെട്ടാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അതിനു മുമ്പ് നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാനാണ് വന്നത്. പ്രശ്നങ്ങളെ കണ്ട് ഒളിച്ചോടാൻ ശ്രമിക്കരുത്. നല്ല ഫലം കിട്ടാനായി നിങ്ങൾ അവയെ ധൈര്യപൂർവ്വം നേരിടുകയാണ് വേണ്ടത്. നിങ്ങൾ എന്റെ ഉപദേശം അനുസരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശത്രു നശിക്കും. 2 കാക്കകളും കുറുക്കന്റെ ഉപദേശം അനുസരിക്കാമെന്ന് സമ്മതിച്ചു. അടുത്ത ദിവസം ആൺകാക്ക ഇരതേടി പോയപ്പോൾ രാജകുമാരി കുളിക്കുന്നത് കണ്ടു. അവരുടെ മുത്തുമാല നദീതീരത്തായി ഊരി വെച്ചിരിക്കുന്നതും ആൺകാക്ക ശ്രദ്ധിച്ചു. ക്ഷണനേരം കൊണ്ട് അത് താഴോട്ട് പറന്നു വന്ന് മുത്തുമാലയും കൊത്തിക്കൊണ്ട് അതിവേഗം പറന്നു. ഇത് കണ്ട രാജകുമാരി ഉച്ചത്തിൽ പറഞ്ഞു, എന്റെ മുത്തുമാല! കാവൽക്കാരെ, ആ കാക്കയെ പിടിക്കൂ! അതിനെ വിടരുത്! പിന്തുടരൂ! മുത്തുമാല ഇല്ലാതെ നിങ്ങൾ ഞാൻ കൊട്ടാരത്തിൽ കടക്കാൻ അനുവദിക്കില്ല. രാജകുമാരിയുടെ ആജ്ഞയെ ഭയന്ന് കാവൽക്കാർ അതിവേഗം കാക്കയെ പിന്തുടർന്ന് ഓടാൻ ആരംഭിച്ചു. പറന്ന് പറന്ന് കാക്ക ആ മുത്തുമാല പാമ്പിന്റെ പുറ്റിനുള്ളിൽ കൊണ്ടുപോയി ഇട്ടു. ഇത് കണ്ട ഭടന്മാർ പാമ്പിൻ പുറ്റ് ഇടിച്ച് നശിപ്പിക്കാൻ തുടങ്ങി. പാമ്പ് ചീറ്റിക്കൊണ്ട് പുറ്റിനുള്ളിൽ നിന്ന് പുറത്തു വന്നു. ഉടൻ തന്നെ ഒരു ഭടൻ തന്റെ വാളുകൊണ്ട് അതിനെ തുണ്ടം തുണ്ടമായി അരിഞ്ഞു വീഴ്ത്തി. ഭടന്മാർ ആ മുത്തുമാലയും എടുത്തുകൊണ്ട് കൊട്ടാരത്തിലേക്ക് മടങ്ങി. മരത്തിന് മുകളിലിരുന്ന് കാക്കകൾ ഇവയെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവയ്ക്ക് വളരെ സന്തോഷമായി. പിന്നീട് കാക്കകൾ മുട്ടയിട്ടു, മുട്ടകൾ വിരിഞ്ഞു. അവ കുറുക്കന് നന്ദി പറഞ്ഞ് സംതൃപ്തരായി കാലങ്ങളോളം ജീവിച്ചു. ഗുണപാഠം: ദുഷ്ടതയെ ഗൂഢാലോചന കൊണ്ട് മാത്രമേ വിജയിക്കാൻ സാധിക്കൂ. നാം എപ്പോഴും ജാഗരൂകരായിരിക്കണം. നാം കൂട്ടമായി പ്രവർത്തിക്കരുത്, അതേസമയം മറ്റുള്ളവരുടെ ഗൂഢാലോചനയ്ക്ക് പാത്രരാവുകയും അരുത്. ഒരു ദിവസം ഒരു കുറുക്കൻ നടന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഒരു കാക്ക താഴേക്ക് വന്ന് ഒരു വെണ്ണക്കഷ്ണത്തെ എടുക്കുന്നത് ആ കുറുക്കൻ കണ്ടു. ആ വെണ്ണക്കഷ്ണത്തെ എടുത്തുകൊണ്ട് ആ കാക്ക ഒരു ഉയരമുള്ള കൊമ്പിലേക്ക് പറന്നു ചെന്നിരുന്നു. ഈ വെണ്ണക്കഷ്ടം വളരെ രുചിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്കത് കഴിക്കണമെന്ന് തോന്നുന്നു. ഞാൻ ഒരു കുറുക്കനാണ്, എനിക്കത് കഴിക്കാനാകും. വളരെ നന്നായിട്ട് മധുരിച്ച് സംസാരിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. എത്രയും പെട്ടെന്ന് ഞാൻ അത് കഴിക്കും. മെല്ലെ ആ കുറുക്കൻ ആ മരത്തിന്റെ അരികിലേക്ക് ചെന്നു. നമസ്കാരം. എന്താ കാക്കേ, സുഖം തന്നെയല്ലേ? വായ്ക്കകത്ത് ഭക്ഷണം വെച്ചുകൊണ്ട് ഒന്നും സംസാരിക്കരുതെന്ന് അറിയാവുന്ന കാക്ക ഒന്നും മിണ്ടാതെ ഇരുന്നു. കുറുക്കൻ മരത്തിന്റെ അടിയിൽ വന്നിരുന്നപ്പോഴും കാക്ക ഒന്നും മിണ്ടിയില്ല. ഇന്ന് നിന്നെ കാണാൻ എങ്ങനെയുണ്ടെന്ന് അറിയോ? വളരെ സുന്ദരിയാണ്. ശരി, പറയൂ, നീ എന്തെങ്കിലും രഹസ്യം മറച്ചു വെച്ചിട്ടുണ്ടോ? ശരി, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ.
അല്ല, നിന്റെ ചിറക് കാണാൻ വളരെ നന്നായിട്ടുണ്ടല്ലോ. അത് എങ്ങനെയാ? അതിന്റെ ഒപ്പം നിന്റെ കണ്ണോ വൈരക്കല്ലിനെ പോലെ ജ്വലിക്കുന്നു. വായ്ക്കകത്ത് വെണ്ണ കഷ്ണം വെച്ചതുകൊണ്ട് കാക്ക ഉത്തരമൊന്നും പറഞ്ഞില്ല. കാണാൻ മനോഹരമായി നീ പാടിയാൽ കേൾക്കാൻ എന്തു സുഖമായിരിക്കും. നിന്നെ എല്ലാവരും പക്ഷികളുടെ റാണിയാണെന്ന് പറയും. കുറുക്കന്റെ മധുരമുള്ള സംസാരത്തിൽ മയങ്ങിയ കാക്ക താൻ പക്ഷികളുടെ റാണിയാണെന്നങ്ങ് വിചാരിച്ചു. ഉടനെ തന്നെ കാക്ക വായി തുറന്നങ്ങ് പാടാൻ ആരംഭിച്ചു. കാക്ക പാടാൻ ആരംഭിച്ചതും കാക്കയുടെ വായിലിരുന്ന വെണ്ണക്കഷ്ണം മുകളിലേക്ക് നോക്കിയിരുന്ന കുറുക്കന്റെ വായിലേക്ക് പോയി വീണു. ഞാൻ വിചാരിച്ചത് സംഭവിച്ചു. വെണ്ണക്കഷ്ണം കിട്ടി. അപ്പോഴാ കുറുക്കൻ സങ്കടത്തോടെ മരത്തിന്റെ കൊമ്പിലിരുന്ന കാക്കയെ നോക്കി. ദൈവമേ, വെണ്ണ കഷ്ണം താഴെ വീണല്ലോ. അതും ആ കുറുക്കന്റെ വായി തന്നെ പോയി വീണു. കഷ്ടായി. എടാ കുറുക്ക, വെണ്ണ താടാ. തീർച്ചയായും ഇല്ല. ഇതൊക്കെ തന്ത്രങ്ങളാ. വിഡ്ഢിക്കാക്കയെ, മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന നിനക്ക് സമാധാനം കിട്ടി. താഴെ നിൽക്കുന്ന എനിക്ക് വെണ്ണ കഷ്ണം കിട്ടി. എന്ത് രുചിയാന്നറിയോ? കുട്ടികളെ, എപ്പോഴും വേഷം നിറഞ്ഞ വാക്കുകൾ നമ്മൾ വിശ്വസിക്കരുത്. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഒരു ദിവസം ചുട്ടുപൊള്ളുന്ന വെയിലായിരുന്നു. അപ്പോൾ ഒരു കാക്ക വല്ലാത്ത ദാഹത്തോടെ പറന്നുകൊണ്ടിരുന്നു. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അത് അവിടെയും ഇവിടെയൊക്കെ പറന്നു. പക്ഷേ പാവം, അതിന് എവിടെയും വെള്ളം കിട്ടിയില്ല. ഓ, എന്തൊരു ചൂടാണ്! ഇന്ന് വല്ലാത്ത ദാഹം തോന്നുന്നു. എന്നെ കൊണ്ട് ഒച്ച വെക്കാൻ പറ്റുന്നില്ല. നാക്ക് വരണ്ട് പോയിക്കുന്നു. അവിടെ എന്തോ കാണുന്നുണ്ടല്ലോ. ഓ, എനിക്ക് വെള്ളം കിട്ടി. എന്റെ ദാഹം തീർക്കാൻ വെള്ളം കിട്ടി. എനിക്ക് സന്തോഷമുണ്ട്. അത് സന്തോഷത്തോടെ അവിടെ ചെന്ന് ആ ഭരണിയിലേക്ക് എത്തി നോക്കി. അതിന് വളരെ സന്തോഷമായി. കാരണം അതിൽ കുറച്ച് വെള്ളമുണ്ടായിരുന്നു. അത് വെള്ളം കുടിക്കാൻ ശ്രമിച്ചു നോക്കി. പക്ഷേ വെള്ളം കുറച്ചായതുകൊണ്ട് അതിന് അടിയിൽ വരെ പോയി വെള്ളം കുടിക്കുവാൻ പറ്റിയില്ല. പക്ഷെ അത് വീണ്ടും ശ്രമിച്ചു നോക്കി. അതിന് വെള്ളം എത്തിയതേയില്ല. ഇതെന്താ? എന്റെ മൂക്ക് ഭരണിയുടെ അടി വരെ പോകുന്നില്ലല്ലോ. ഈ ഭരണി എനിക്ക് ഒരുപാട് കഷ്ടം തരുന്നുണ്ടല്ലോ. എന്റെ ദൈവമേ, ഈ ഭരണി ആരാണോ ചെയ്തത്? ഞാൻ ദാഹം കൊണ്ട് മരിച്ചു പോകുന്നാ തോന്നുന്നത്. ആ ഭരണിയെ കാക്ക ഉരുട്ടി വീഴ്ത്തുവാൻ നോക്കി. പക്ഷേ അങ്ങനെ ചെയ്താൽ ആ ഇത്തിരി വെള്ളം കൂടെ താഴെ പോകും. പക്ഷേ അങ്ങനെ ചെയ്യാനോ ആ കാക്കയ്ക്ക് അത്ര ശക്തിയുമില്ല. എന്നാലും പാവം അത് കുറെ ശ്രമിച്ചു നോക്കി. എന്താ ചെയ്യാ? ഓ, എനിക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. കാക്ക ആ ഭരണിക്കുള്ളിലേക്ക് ഓരോരോ കല്ലായി എടുത്തിട്ടു.
1 2 3 4 വീണ്ടും കുറെ കല്ലുകളെ ഇട്ട് ആ ഭരണി നിറച്ചു. കുറച്ചു കുറച്ചായി അതിലുണ്ടായിരുന്ന വെള്ളം മുകളിലോട്ട് പൊന്തി. $168. ആഹാ, വെള്ളം കിട്ടിയല്ലോ. എനിക്ക് എത്ര വേണമെങ്കിലും വെള്ളം എന്റെ ആവശ്യത്തിന് കുടിക്കാം. മുകളിലേക്ക് വന്ന ആ വെള്ളം ആ കാക്ക ആർത്തിയോടെ കുടിച്ചു. ആഹാ, ഈ വെള്ളം നല്ല രുചി തോന്നുന്നു. ഇനി ഞാൻ കാ കാ എന്ന് നന്നായിട്ട് ഒച്ച വയ്ക്കും. കുട്ടികളെ, നമ്മൾ ഈ കഥയിൽ നിന്നും എന്ത് മനസ്സിലാക്കി? അറിയാനുള്ള ആഗ്രഹം നമ്മൾ വളർത്തിയെടുക്കണം.